നമസ്കാരം. ഇന്ന് 28 ഫെബ്രുവരി ഉച്ചയാകുന്നതോടെ 28 ഫെബ്രുവരി 2026 ഇന്നത്തെ ഈ ദിവസത്തിൽ നമുക്ക് ഇറാനും ഇസ്രയേലുമുള്ള ആ യുദ്ധത്തിൻ്റെ ആ വാർത്ത നമ്മെ എല്ലാവരെയും വളരെ ദുഃഖിപ്പിച്ചിരിക്കുന്ന ഒരു വാർത്തയാണ്. കാരണം പ്രത്യേകിച്ച് മലയാളികൾക്ക്, കാരണം നമ്മുടെ പല രക്തബന്ധങ്ങളും അവിടെയാണ്, പലരും അവിടെയാണ് ജോലി. ഇറാനിൽ കുറച്ച് പേര് ജോലി ചെയ്യുന്നുണ്ട്, ഇസ്രയേലിലും കുറേ പേരുണ്ട്. പക്ഷെ അതിനേക്കാളും അധികമായി ഇറാൻ്റെ ദേഷ്യം അവർ UAE പല അമേരിക്കയുടെ താവളങ്ങളെയൊക്കെ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള ആ ഇനിഷ്യേഷനിൽ പലരും നമ്മുടെ സ്വന്തം ബന്ധങ്ങളൊക്കെ, പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർ മലയാളികൾ വളരെ പേടിച്ചിരിക്കുന്ന നിമിഷങ്ങളിലാണ് ഞാൻ നിങ്ങളോട് ഒരു പുസ്തകത്തിനെ പറ്റി പറയുന്നത്. ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഒരു പുസ്തകം, തോമസ് മോർ എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരൻ, അദ്ദേഹം എഴുതിയ ആ പുസ്തകത്തിനെ പറ്റി, യുദ്ധം വേണ്ട, യുദ്ധത്തിനെതിരായിട്ട് അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം. ഏകദേശം ഇപ്പോഴും 500 കൊല്ലങ്ങളായിട്ട് എല്ലാ രാജ്യത്തിലെ രാഷ്ട്രപതികളും അല്ലെങ്കിൽ ഭരണകർത്താക്കളും എന്തെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ പുസ്തകത്തിന് അവർ റെഫർ ചെയ്യാറുണ്ട്. പക്ഷേ ഈ പുസ്തകത്തിൽ പല കാര്യങ്ങളും ധർമ്മത്തിൻ്റെ അടിസ്ഥാനമായിട്ടാണ്. യുദ്ധം വേണ്ട, അങ്ങനെ യുദ്ധം നിർബന്ധിതമായാൽ കൂടി ആയുധങ്ങളില്ലാണ്ട് നിങ്ങൾ യുദ്ധം ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ നോക്കും. അങ്ങനെ വേറെ വഴിയില്ലാണ്ട് യുദ്ധം നടന്നാലും തോൽപ്പിക്കപ്പെട്ട ആ രാജ്യത്തിൻ്റെ ആൾക്കാരെ അടിമകളായി വെക്കരുത്, അവർ സ്വതന്ത്രരായിട്ട് പ്രഖ്യാപനം ചെയ്യണം. അങ്ങനെ കുറേ കൺട്രോൾഡ് ഇങ്ങനെയൊക്കെ യുദ്ധം നടക്കാതിരിക്കാനായിട്ടുള്ള വഴികൾ എന്താണെന്നാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. ഞാനെപ്പോഴും പറയും, എല്ലാ യുദ്ധങ്ങളും, വീട്ടിലുള്ള ചെറിയ യുദ്ധങ്ങൾ തൊട്ട് പല രണ്ട് രാജ്യങ്ങൾക്കുള്ള യുദ്ധങ്ങളെല്ലാം 2 പേരുടെ ഈഗോയിലാണ് തുടങ്ങുന്നത്. ഞാനാണോ വലിയ ആൾ, നീയാണോ വലിയ ആൾ. പക്ഷെ ഇതിൽ ബാധിക്കുന്നത്, അതിനുള്ള ഇമ്പാക്റ്റിൽ എല്ലാ വിഷമങ്ങളും ദുഃഖങ്ങളും രക്തങ്ങളൊക്കെ ആർക്കാണ് ചിന്തി മരിക്കപ്പെടുന്ന ആരാണ്? സാധാരണ ജനങ്ങളാണ്. യുദ്ധം പ്രഖ്യാപനം ചെയ്തവർ, അല്ലെങ്കിൽ യുദ്ധത്തിൽ വഴക്കിടാന്ന് പറഞ്ഞ് പോകുന്ന 2 രാജ്യങ്ങളിലെ 2 തീരുമാനമെടുക്കുന്നവർ തെറ്റായ തീരുമാനങ്ങളാണ് പലപ്പോഴും എത്രയോ ആയിരം, എത്രയോ ലക്ഷം ജനങ്ങൾ മരിച്ചു പോകുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനമായിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു ധ്യാനത്തിന് ശ്രീ തോമസ് മോറിൻ്റെ ഈ പുസ്തകത്തിനെ പറ്റി ഒന്ന് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. ഇന്ന് നാം ഓർക്കുന്ന അദ്ദേഹം, ശ്രീ തോമസ് മോർ എന്ന വ്യക്തി ഒരു രാഷ്ട്രീയ നേതാവോ ഒരു നിയമ പണ്ഡിതനോ ഒരു എഴുത്തുകാരനോ മാത്രമല്ല. അദ്ദേഹം സത്യത്തിൻ്റെ വഴിയിൽ അവസാന ശ്വാസം വരെ ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വലിയ ശക്തി അധികാരമല്ല, അത് ധനമല്ല, അത് പ്രശസ്തിയുമല്ല, അത് മനസാക്ഷിയാണ്. തോമസ് മോർ തൻ്റെ ജീവിതം കൊണ്ട് ലോകത്തോട് പറഞ്ഞത് ഇതാണ്: രാജാവിനെ സേവിക്കാം, പക്ഷെ ദൈവത്തെ വഞ്ചിക്കരുത്. ഇംഗ്ലണ്ടിൽ അദ്ദേഹം വലിയ പണ്ഡിതനും നിയമവിദഗ്ധനുമായിരുന്നു. സാമൂഹിക നീതി, ധാർമ്മികത, സത്യനിഷ്ഠ ഇവയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അടിത്തറ. 1516 അദ്ദേഹം എഴുതിയ ഗ്രന്ഥത്തിൻ്റെ പേരാണ് യുട്ടോപ്യ. ഈ പുസ്തകം ഒരു കഥ മാത്രമല്ല, അത് മനുഷ്യരാശിക്കുള്ള ആത്മപരിശോധനയാണ്. യുട്ടോപ്യ എന്നത് ഇല്ലാത്ത സ്ഥലം എന്നർത്ഥം. അവിടെ ദാരിദ്ര്യമില്ല, അനീതിയില്ല, അധികാര ലോഭമില്ല, എല്ലാവർക്കും സമത്വം. തോമസ് മോർ ചോദിച്ചു, സമൂഹം മനുഷ്യനെ സേവിക്കണോ അല്ലെങ്കിൽ മനുഷ്യൻ അധികാരത്തെ സേവിക്കണോ? ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് സമൂഹത്തിൻ്റെ യഥാർത്ഥ പുരോഗതി ആത്മീയ മൂല്യങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന സത്യമാണ്. ഇംഗ്ലണ്ടിൻ്റെ രാജാവായ ഹെൻറി 8 തോമസ് മോറിനെ വളരെ വിശ്വസിച്ചിരുന്നു, സുഹൃത്തായിരുന്നു. അദ്ദേഹം രാജാവിൻ്റെ അടുത്തും, മിസ്റ്റർ മോർ അദ്ദേഹം രാജാവിൻ്റെ അടുത്ത സുഹൃത്തും പിന്നെ രാജ്യത്തിൻ്റെ ലോർഡ് ചാൻസലറായി നിയമിക്കപ്പെട്ടിരുന്നു. രാജാവ് ഇദ്ദേഹത്തെ അത്യധികം ബഹുമാനിച്ചിരുന്നു. രാജ്യവും അദ്ദേഹത്തെ ആദരിച്ചു. പക്ഷേ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്: അധികാരവും ധർമ്മവും എല്ലായ്പ്പോഴും ഒരേ വഴിയിൽ നടക്കാറില്ല. രാജാവ് ഹെൻറി 8 തൻ്റെ വിവാഹ പ്രശ്നങ്ങൾ കാരണം
റോമൻ സഭയിൽ നിന്ന് വേർപിരിയാൻ തീരുമാനിച്ചു. അയാൾ സ്വന്തമായി തന്നെ ഡിക്ലെയർ ചെയ്യുകയാണ്. അയാൾ സ്വയം ഇംഗ്ലണ്ടിലെ സഭയുടെ പരമാധികാരിയായി പ്രഖ്യാപിച്ചു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കുട്ടികളില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഡൈവോഴ്സ് ചെയ്യണമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ്. പക്ഷേ ഡൈവോഴ്സ് ചെയ്യാനായിട്ട് ആ രാജ്യത്തെ മതത്തലവനാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹം മതത്തലവൻ പറഞ്ഞു, ഈ സ്ത്രീയെ നിങ്ങൾ ഡൈവോഴ്സ് ചെയ്യാനായിട്ട് ഞാൻ സമ്മതിക്കില്ല, പ്രത്യേകമായിട്ടുള്ള കാരണങ്ങളിൽ ഞാൻ കൺവിൻസ് ആയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങളാരാണ് എന്നെ തീരുമാനിക്കാൻ? എൻ്റെ ജീവിതകാര്യം, ഞാനാണ് ഈ രാജ്യത്തെ രാജാവ്, ഞാൻ അപ്പോയിൻറ്റ് ചെയ്ത ഒരു മതത്തലവനാണ്, നിങ്ങൾക്കിതിൽ അധികാരമില്ല, ഞാൻ നിങ്ങളെ മാറ്റുന്നു, ഞാനാണ് ഇവിടുത്തെ പരമാധികാരി എന്ന് പറഞ്ഞാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അത് തെറ്റാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞു. മിസ്റ്റർ മോർ പറഞ്ഞു, തോമസ് മോർ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ തെറ്റാണ്. കാരണം അതിനൊരു വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു താക്കീത് അദ്ദേഹം കൊടുത്തു. നിങ്ങളുടെ ഭാര്യയ്ക്ക് കുഞ്ഞുങ്ങളില്ല എന്നുള്ള ഒരു കാരണത്തിന് എന്തുകൊണ്ട് നിങ്ങളൊരു കാരണക്കാരനായിക്കൂടാ? എങ്ങനെയാണോ സ്ത്രീയെ മാത്രം നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത് എന്നുള്ള ചോദ്യം ഈ ലോകരാജ്യത്ത് തന്നെ ഒരു രാജാവിനെതിരായിട്ടുള്ള ചോദ്യം, ഒരു സ്ത്രീക്ക് ആദരവായിട്ടുള്ള ഒരു ചിന്ത അദ്ദേഹം പ്രഖ്യാപിച്ചത് ഇന്നും ഈ ലോകത്ത് ഈ രാജാവിനെ, ഹെൻറി രാജാവിനെ, എട്ടാമത്തെ രാജാവായ ഹെൻറിയെ ഈ ലോകം മറന്നുപോയി. പക്ഷേ തോമസ് മോറിന് ഇപ്പോഴും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം എഴുതിയ യൂട്ടോപ്പിയ എന്ന പുസ്തകം നമ്മൾ ഇപ്പോഴും ഓർക്കുന്നു. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ ധർമ്മം, ആ ചിന്തയായിരുന്നു. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഈ രാജാവിന് തോമസ് മോറിനോട് വളരെ വെറുപ്പ് വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നെ നീ എൻ്റെ സുഹൃത്തായതുകൊണ്ട് നീ വിശ്വസിച്ച് ഞാൻ ഇവിടുത്തെ ചാൻസലറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ നീ എന്നെ ഇങ്ങനെ ചോദ്യം ചോദിച്ചിട്ട് നീ എനിക്ക് സപ്പോർട്ട് ഇല്ലെങ്കിൽ എങ്ങനെയാണ് എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിനെ ഈ അധികാരത്തിൽ നിന്ന് മാറ്റുന്നു. അദ്ദേഹത്തിനെ എന്താ പറയുക, ഒരു വലിയൊരു കലഹം തന്നെ അവിടെ സൃഷ്ടിക്കപ്പെട്ടു. പക്ഷേ തോമസ് മോറിനെ അവിടുന്ന് ആ പദവിയിൽ നിന്ന് അദ്ദേഹം വിമുക്തനാക്കി. എല്ലാവരും രാജാവിനോട് അനുസരണം പ്രഖ്യാപിക്കണമെന്ന് സർവാധികാരിയായിട്ട് മാറിയ ഈ ഹെൻറി എട്ടാമൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. പക്ഷേ അവിടെയാണ് തോമസ് മോറിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ചോദ്യം ഉയർന്നത്. അധികാരത്തെ അനുസരിക്കണോ അല്ലെങ്കിൽ മനസാക്ഷി അനുസരിക്കണോ? അദ്ദേഹം രാജാവിനെതിരെ കലഹിച്ചില്ല, അദ്ദേഹം ശബ്ദമുയർത്തിയില്ല, അദ്ദേഹം ശാന്തമായി നിന്നു. പക്ഷേ അദ്ദേഹത്തോട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അദ്ദേഹം തെറ്റിനെ അംഗീകരിച്ചില്ല. തോമസ് മോറിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം സംസാരിക്കാതിരുന്നതാണ് അദ്ദേഹത്തിന് ഏറ്റവും ശക്തമായ പ്രതിഷേധം. അദ്ദേഹം പറഞ്ഞു, ഞാൻ രാജാവിൻ്റെ വിശ്വസ്ത ദാസനാണ്, പക്ഷേ ആദ്യം ഞാൻ ദൈവത്തിൻ്റെ ദാസനാണ്. നോക്കൂ, ഇവിടെയാണ് ആത്മീയത ഉള്ളത്. ഈ വാക്കുകൾ അധികാരത്തിന് ഭീഷണിയായി. അദ്ദേഹത്തിൻ്റെ അറസ്റ്റൊക്കെ റെഡി ചെയ്തു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ടവർ ഓഫ് ലണ്ടനിൽ തടവിലാക്കി. ജയിൽ അദ്ദേഹത്തെ തകർത്തിയില്ല. അവിടെ അദ്ദേഹം പ്രാർത്ഥിച്ചു, ധ്യാനം ചെയ്തു, എഴുതി, ആന്തരിക സ്വാതന്ത്ര്യം കണ്ടെത്തി. ശരീരം തടവിലായിരുന്നെങ്കിലും ആത്മാവ് സ്വതന്ത്രമായിരുന്നു. ഇതാണ് ആത്മീയതയുടെ മഹത്വം. പുറം ലോകം മനുഷ്യനെ ബന്ധിക്കാം, പക്ഷേ സത്യം, അടിസ്ഥാനമായ ആത്മാവിനെ ഒരിക്കലും കൈവിടില്ല. കാരണം ആ ആത്മാവിൽ സത്യമാണ് അടിസ്ഥാനമായിട്ടുള്ളത്. അങ്ങനെയുള്ള ആത്മാവിനെ ആർക്കും ജയിക്കാനാകില്ല. 1535 അദ്ദേഹം വിചാരണ ചെയ്യപ്പെട്ടു. അദ്ദേഹത്തോടൊരു വാക്ക് മാത്രം പറയാൻ ആവശ്യപ്പെട്ടു. രാജാവാണ് സഭയുടെ പരമാധികാരി എന്ന് സമ്മതിക്കുക എന്നതാണ് അദ്ദേഹത്തോട് പറഞ്ഞ കൽപ്പന. ജീവൻ രക്ഷിക്കാൻ തോമസ് മോർ അത് മതിയായിരുന്നു. പക്ഷെ അദ്ദേഹം കള്ളം പറഞ്ഞില്ല. അവസാനം മരണശിക്ഷ വിധിക്കപ്പെട്ടു. വധശിക്ഷയ്ക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിൽ അമരമാണ്. ഞാൻ രാജാവിൻ്റെ നല്ല ദാസനാണ്, എന്നാൽ ആദ്യം ദൈവത്തിൻ്റെ ദാസൻ. അദ്ദേഹത്തിൻ്റെ തല വെട്ടി കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മരണം പരാജയമല്ലായിരുന്നു, അത് സത്യത്തിൻ്റെ വിജയമായിരുന്നു. തോമസ് മോർ നമ്മെ പഠിപ്പിക്കുന്നത് സത്യം സൗകര്യമല്ല, ധർമ്മം സുരക്ഷിതവുമല്ല, നീതി പലപ്പോഴും വില ചോദിക്കും. ആത്മീയ ജീവിതം ക്ഷേത്രത്തിലോ പള്ളിയിലോ മാത്രം നടക്കുന്നതല്ല. ആത്മീയത സംഭവിക്കുന്നത് നാം തെറ്റിന് ഇല്ല എന്ന് പറയുമ്പോൾ, ഭയത്തേക്കാൾ സത്യത്തെ തിരഞ്ഞെടുക്കുമ്പോൾ, ഏകാന്തതയിലും ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ. ഇന്ന് ലോകം ശക്തിയെയും വിജയത്തെയും ആരാധിക്കുന്നു. പക്ഷേ തോമസ് മോർ നമ്മോട് ചോദിക്കുന്നു, നിന്റെ ആത്മാവ് സമാധാനത്തിലാണോ? ജീവിതത്തിൽ ചില നിമിഷങ്ങൾ വരും,
ജോലി നഷ്ടമാകാം, ബന്ധങ്ങൾ നഷ്ടമാകാം, പ്രശസ്തി നഷ്ടമാകാം. പക്ഷേ മനസാക്ഷി നഷ്ടപ്പെട്ടാൽ മനുഷ്യൻ തന്നെ നഷ്ടപ്പെടുന്നു. തോമസ് മോർ ഒരു ചരിത്ര വ്യക്തി മാത്രമായിരുന്നില്ല, അദ്ദേഹം ഒരു ആത്മീയ ദീപമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മോട് പറയുന്നത് സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന മനുഷ്യൻ ഒരിക്കലും തോൽക്കുകയില്ല. ശരീരം മരിക്കാം, പക്ഷെ ധർമ്മം ജീവിക്കും. അധികാരം മാറും, പക്ഷെ സത്യം നിലനിൽക്കും. നമ്മുടെ ജീവിതത്തിലും ധൈര്യവും ധർമ്മവും ആത്മീയ ബോധവും വളരട്ടെ. സത്യത്തിൻ്റെ വഴി എളുപ്പമല്ല, എന്നാൽ അത് മാത്രമാണ് മോചനത്തിൻ്റെ വഴി. യൂട്ടോപ്യ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇന്നും പലരും അത് റെഫർ ചെയ്യുന്നുണ്ട്. അതിലൊരു രാജാവ് എങ്ങനെ ഉണ്ടാകണം, ഒരു രാജ്യം എങ്ങനെ ഭരിക്കണം, അദ്ദേഹം ആദ്യം പറഞ്ഞത് എല്ലാവർക്കും വിദ്യാഭ്യാസം വേണം. വിദ്യാഭ്യാസവും വൈദ്യശാസ്ത്രവും അത് പണമില്ലാതെ ജനങ്ങൾക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. അതിനേക്കാളൊക്കെ വളരെ മുഖ്യമായിട്ട് അദ്ദേഹം പറഞ്ഞൊരു ആശയം, എല്ലാ പ്രജകൾക്കും കൃഷി അറിഞ്ഞിരിക്കണം. കൃഷി എന്ന് പറയുമ്പോൾ കൃഷി മാത്രമല്ല, എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യേണ്ട ഒരു കഴിവുണ്ടായിരിക്കണം, ഒരു കൈത്തൊഴിലുണ്ടാകണം. പ്രത്യേകിച്ച് കൃഷിയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അങ്ങനെ എല്ലാം അദ്ദേഹം പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു നീതിബോധവും ആത്മീയ തലത്തിലുള്ള മൂല്യങ്ങളും എല്ലാം നിറഞ്ഞൊരു ഒരു പുസ്തകമാണ് യൂട്ടോപ്യ. ഇന്ന് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ ആ രാജാവിൻ്റെ കഥ നമ്മൾ മറന്നുപോയി. പക്ഷേ ഈ എഴുത്തുകാരനെ, ഈ സാഹിത്യകാരനെ, അദ്ദേഹത്തിൻ്റെ കൃതിയെ, അദ്ദേഹത്തിൻ്റെ രചനയെ ഇന്ന് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ കാരണം അദ്ദേഹം ആത്മജ്ഞാനമുള്ളവനായിരുന്നു, മനസാക്ഷിയുള്ളവനായിരുന്നു, ധർമ്മബോധത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്തകൾ. ആ ചിന്തകളെ എന്നും മനുഷ്യ സമൂഹം സ്വീകരിക്കും. കാരണം മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ അവൻ്റെ ചിന്തകളും എല്ലാം സ്നേഹവും സമാധാനവും സന്തോഷവുമാണ്. അതിന് വിരുദ്ധമായിട്ടല്ലല്ലോ, അതിന് ആദരവായിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ആ മനുഷ്യനെ ഇന്ന് ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ യുദ്ധത്തിനെതിരായൊരു ആശയങ്ങളെ 500 കൊല്ലങ്ങൾക്ക് മുമ്പ്, അതിന് മുമ്പ് പറഞ്ഞതുപോലെ യുദ്ധം വേണ്ട, സംസാരിച്ച് തീർക്കൂ. അങ്ങനെ യുദ്ധം നടക്കുകയാണെങ്കിൽ ആയുധമില്ലാണ്ട് നിങ്ങൾ യുദ്ധം ചെയ്യാൻ പോകൂ. അങ്ങനെ നിങ്ങൾ ജയിച്ചാലും നിങ്ങൾ ആരെ തോൽപ്പിച്ചുവോ ആ രാജാവിനെയും ആ പ്രജകളെയും നിങ്ങൾ അടിമകളായിട്ട് വെക്കരുത്. അവരെ സ്വതന്ത്രരായിട്ട് നിങ്ങൾ വിടൂ. അവർക്കെല്ലാം എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കൂ. സമാധാനമായി വീണ്ടും 2 രാജ്യങ്ങളെ ഒന്നാക്കണം എന്നുള്ള പല കഴിയുന്നതും യുദ്ധം വേണ്ട, ആരും കൊല്ലപ്പെടേണ്ട എന്നുള്ള ആശയം ഈ സമൂഹത്തോട് പറഞ്ഞ് എഴുതി ഇന്നും ആ പുസ്തകം ജീവനോടുള്ള ആ പുസ്തകത്തിൻ്റെ ആ എഴുത്തുകാരനെ ഇന്നത്തെ ഈ യുദ്ധത്തിൻ്റെ ടി വിയിലൊക്കെ തുറക്കുമ്പോഴൊക്കെ ഏതോ എന്താണ് ഇവിടെ ഒരു രാജ്യത്ത് യുദ്ധത്തിൻ്റെ അതിൻ്റെ ഒരു വിദ്വേഷത്തിൽ 40 കുഞ്ഞുങ്ങളാണ് മരിച്ചിട്ടുള്ളതും. സ്കൂളിലാണ് ഒരു ഇസ്രായേൽ ബോംബിട്ടിട്ടുള്ളത്. അപ്പോൾ ഇറാനിൽ ഇസ്രായേലിട്ട ബോംബിൽ 40 കുഞ്ഞുങ്ങളാണ് മരിച്ചത് എന്നാണ് ന്യൂസ് പറയുന്നത്. ഏത് ചാനൽ തുറന്നാലും നമുക്ക് ദുഃഖവാർത്തയാണ്. അത് കേൾക്കാൻ എനിക്ക് പറയാൻ തന്നെ പറ്റുന്നില്ല. 40 കുഞ്ഞുങ്ങളുടെയൊക്കെ മരണം എങ്ങനെയാണ് നമുക്കത്, ദൈവമേ. അതേപോലെ അവർ ചെയ്യുമ്പോഴും ഇപ്പോൾ ഇറാൻ എന്താ ചെയ്യുന്നത്, അവർ പല സ്ഥലങ്ങളിലും അവർ അമേരിക്കൻ്റെ ബേസിനെയൊക്കെ തകർക്കാൻ നോക്കുന്നു. ഇങ്ങനെയുള്ളൊരു ഈ സമയത്താണ് നമുക്ക് ദുഃഖങ്ങൾ വേണ്ട. ദയവ് ചെയ്ത് യുദ്ധങ്ങൾ നിർത്തൂ. അല്ലെങ്കിൽ സമാധാനമാണ് നമുക്ക് വേണ്ടത്. എല്ലാ രാജ്യങ്ങൾക്കും സമാധാനമാണ് വേണ്ടത്. ഈ 2 രാജ്യങ്ങളിൽ യുദ്ധം നടത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ലോകരാജ്യങ്ങൾക്കെല്ലാം എക്കണോമിക്കൽ ക്രൈസിസ് വരികയാണ്. സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ തന്നെ വളരെ സാമ്പത്തികമായിട്ടുള്ള അസുഖങ്ങളുള്ള ഒരു കാലത്ത് യുദ്ധങ്ങൾ വേണ്ട എന്ന് പറയാനായിട്ട് നമ്മൾ ആത്മീയ തലത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നവരും നമ്മൾ അതിനായിട്ട് ധ്യാനം ചെയ്യാം, പ്രാർത്ഥിക്കാം. നല്ലത് വരട്ടെ. യുദ്ധങ്ങളില്ലാത്ത ഒരു രാജ്യം നമുക്ക് ഉണ്ടാകട്ടെ. എല്ലാ കുഞ്ഞുങ്ങളും സുഖമായി ഉണർന്നെണീക്കട്ടെ. എല്ലാ കുഞ്ഞുങ്ങളും സന്തോഷമായി ചിരിക്കട്ടെ. എല്ലാ പൂക്കളും നല്ല സന്തോഷത്തിൻ്റെ പൂക്കളായിട്ട് ഓരോ ദിവസവും ഉദയമാകട്ടെ. സൂര്യനും ചന്ദ്രനും ഓരോ ദിവസം അവർ വരുമ്പോഴും ഈ ഭൂമിയിൽ സന്തോഷത്തിൻ്റെ ഒരു വസന്തം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി പ്രത്യാശിക്കാം. എല്ലാവർക്കും എൻ്റെ സ്നേഹവും നമസ്കാരങ്ങളും.